എടി യാക്കോബി സക്സസ്. എന്നാലും റൈസം വന്നില്ലല്ലോ. അവൻ വരൂടാ മിഥുനെ. എടി ആൻ, നിന്റെ മമ്മി എപ്പോഴാ വരുന്നേ? ഗൾഫിൽ നിന്ന് സമ്പാദിക്കട്ടെ എന്റെ മമ്മി. പപ്പയ്ക്ക് കുടിച്ചു തീർക്കാലോ. അവൻ എത്തി. അടിപൊളി. ഇവൻ പുലിയ. ഇന്ന പൈസ. വാടാ, നമുക്ക് അടുത്ത പണി നോക്കാം. ശരി. ചെല്ലടാ, പോയി ആരെങ്കിലും വലയിലാക്ക്. വേഗം പെറുക്കിടാ. എടാ, ആ കൂരി ഒതുക്കിയിട്. മുള്ളു കൈയിട്ട് കൊള്ളണ്ട. നിന്നെ മീൻപിപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഇന്നലെ മീൻപിറ്റിട്ട് കാശ് കുറവായിരുന്നല്ലടാ. നീ വല്ലതും അടിച്ചു മാറ്റിയാ? ഇല്ലച്ചാ, ആള് കുറവായിരുന്നു. അതുകൊണ്ട് ഞാൻ കിട്ടിയ വിലക്ക് വിറ്റു. ശരി ശരി. ദേ, ഇന്നലത്തെ പോലെ കച്ചവടം ആകരുത്. ഇന്ന് ശരിക്കുള്ള വില കിട്ടണം. ചെല്ലേ പോ. എത്രയായിട്ടാ വില? 150. കവറുണ്ടാ? കവറില്ല. ഇതച്ഛന്, ഇതെനിക്ക്. കുടിക്കാതെ വൈകിട്ട് വന്നൂടെ? എന്റെ പുന്നാര മോളുടെ വഴക്ക് കേൾക്കണമെങ്കിൽ ഞാൻ കുടിക്കണം. പപ്പ, എനിക്ക് കമ്പ്യൂട്ടർ ഫീസ് വേണം. നിനക്കെന്നും കാശിന്റെ ആവശ്യമുള്ളാടേ. നീ ആൻമിഷൽ ജോണാ, ഈ ജോണിന്റെ മോള്. ഇന്നാ ആവശ്യമുള്ള എടുത്തോ. നീ പഠിച്ചു മിടുക്കിയാകെ. ഞാൻ കുടിച്ച് മിടുക്കനാവും. ഇത് കൈക്കൂലിയാ, ശാപമുള്ള കാശ്. ഇതെനിക്കിരിക്കട്ടെ. ആ റേസിന് യാക്കൂബ് എന്താക്കിയാവോ? 40 ലക്ഷം, 20 രൂപ. താങ്ക്സ്. 40 ലക്ഷം. എന്തുകൊണ്ട് ചേട്ടാ ഒരു ബുക്ക് വാങ്ങിയേട്ടാ? ചേട്ടാ ചേട്ടാ നന്നായി വരൂ. എന്തുകൊണ്ട് വായന വളരാത്തത് എന്തുകൊണ്ട്? നിങ്ങൾ വായിക്കാത്തത് എന്തുകൊണ്ട്? വാങ്ങുവിൻ, 10 രൂപ മാത്രം, 10 രൂപ മാത്രം. ചേട്ടാ ഒരു പുസ്തകം വാങ്ങിയേട്ടാ. അടിച്ച്. ഇതിലെ ഇന്ന് കുറച്ചുകൂടി കണക്ക് പറഞ്ഞു തരണം.
തലേ കേറും. പിന്നെ നീ തലേ കയറി നിൽക്കാത്ത കുഴപ്പേ ഉള്ളൂ. അതല്ല, മമ്മീന്ന് ഹോളിക്സി ബദാം അരച്ചാ തന്നെ നല്ല ബുദ്ധി കിട്ടും. ഭക്ഷണം കുത്തി കയറ്റിയതുകൊണ്ട് പഠിപ്പ് തലേ കയറില്ല. അതെന്താ ഏഞ്ചലെ? അതിനെ ഇതിന്റെ അകത്ത് ആൾതാമസം വേണം. ആ അത് ശരിയാ. പപ്പാട് പറഞ്ഞ് ഞാൻ ആളെ താമസിപ്പിക്കാം. ഡാ, തടിയാ. സിനിമാ പേര് വിളിച്ചെന്നെ കളിയാക്കല്ലേ? ഞാൻ പറഞ്ഞ കാര്യം എന്തായി? അത് പപ്പ പൈസ തന്നില്ല. എന്തിനാടാ കാശ്? യുവന്മാർക്ക് കൊടുക്കാനാ. അപ്പൊ ഗുണ്ടാപ്പിനി വേണോ? എടി നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. ഇതപ്പ ടീച്ചറോട് പറയണം. CD വാങ്ങിയാ മാത്രം പോരാ, കാശും തരണം. എടാ നീ CD വാങ്ങിയോ? ടിന്റെ പുതിയതാ. എന്താണ് ഇവിടെ പ്രശ്നം? അപ്പൊ ഇവളാണല്ലേ CD കച്ചവടക്കാരി. ശരിയാക്കി തരാടി. നീ വലിയ ലീഡർ കളിക്കണ്ട. ഈ പീക്കറികളെ കൊണ്ട് നടക്കാൻ നിനക്ക് നാണാവുന്നില്ലേടി? നീ നിന്റെ കാര്യം നോക്കിയാ മതി. ടീച്ചർമാരുടെ ഒറ്റുകാരി കാണിച്ചു തരടി നിന്നെ ഞാൻ. നിന്നെ ശരിയാക്കി തരടി, നോക്കിക്കോ. ടീച്ചറിന് അടുത്തവരുണ്ടോ? എന്താ ഏഞ്ച്? ടീച്ചറെ, ഞാൻ ഇനി ലീഡർ ആവാനില്ല. അത് കൊള്ളാം. ക്ലാസ്സിൽ മിടുക്കിയായതുകൊണ്ടല്ലേ തന്നെ ഞാൻ ലീഡറാക്കിയത്. അവള് ആ ആൻ വീണ്ടും പ്രശ്നം ഉണ്ടാക്കിയോ? വെറുതെ എന്റെ മെക്കിട്ട് കയറുക ആ ആർമി. ഞാൻ പറഞ്ഞതല്ലേ അവളും ആ ചെറുക്കന്മാരും തമ്മിലുള്ള കൂട്ടുകെട്ട് അത്ര ശരിയല്ലാന്ന്. അതുങ്ങളെ ഒരുമിച്ച് കറങ്ങി നടക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്റർനെറ്റ് കഫേയിലും കയറുന്നുണ്ട്. ഈശ്വര, ഇത് എവിടെ ചെന്ന് ചേരുവാവോ? മാഡത്തിനോട് സീരിയസ് ആയിട്ട് പറയണം. അവറ്റകള് പുറത്തിരിക്കട്ടെ. നീ ക്ലാസ്സിൽ പോയിക്കോ. എന്താ ചെയ്യാ? ഇതിപ്പോ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ആർമി. 4ന്റെയും പേരിന്റെ ആദ്യാക്ഷരം ചേർത്ത് ആർമി ഉണ്ടാക്കിയിരിക്കുന്നു. A for ant, R for listen, M for മിഥുൻ, Y for യാക്കൂബ്. സ്കൂളിന്റെ ചുമർ എഴുതി നിറച്ചിരിക്കുന്നു. മാഡം, അത് ഒരു നേതാവ്. വീട്ടിൽ നിന്നും ആളെത്താതെ ഒറ്റ എണ്ണം ഇവിടെ പഠിക്കണ്ട. വിളിച്ചിട്ടുണ്ട് എല്ലാവരെയും. പടച്ചോനെ, ബാപ്പി കുച്ചാപ്പി പണി കിട്ടി. മൂസേ, ബഹളം വെക്കാനല്ല വിളിപ്പിച്ചത്. കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. ഞാൻ ജോണ, ആനിന്റെ പപ്പ. ശരി. ഓ വരൂ, നമുക്ക് ഓഫീസിൽ നിന്ന് സംസാരിക്കാം. എന്റെ മാഡം, പിള്ളേരാണെന്നുള്ള പരിഗണന വെച്ച് ഒരു പ്രാവശ്യമെങ്കിലും ക്ഷമിച്ചൂടെ? എന്താ ചെയ്യാ ഈ കുട്ടികളെ കൊണ്ട്? ഒരു രക്ഷയില്ല. ക്ലാസ് മുറികളിലാണെങ്കിൽ ടീച്ചേഴ്സായിട്ട് സഹകരിക്കുന്നുമില്ല. മറ്റുള്ള കുട്ടികളെ ക്ലാസ്സിൽ ഇരുത്താൻ സമ്മതിപ്പിക്കില്ല. ഇരിക്കൂ സാറേ. എന്താ സാറേ? ഒരു പ്രശ്നമുണ്ട്. സ്കൂളിൽ ആർമിക്കാരുടെ കേസ്. അപ്പൊ പോലീസ് കേസായി. ഇനി TC കൊടുത്തു വിടാം. വരട്ടെ, ചിലത് പറയാനുണ്ട്. സൈബർ സെല്ലിലെ പരിശോധനയ്ക്കിടയിലാണ് ആർമി എന്ന സൈറ്റ് ശ്രദ്ധയിൽപ്പെട്ടത്. ഒരു പെൺകുട്ടിയും 3 ആൺകുട്ടികളും അടങ്ങുന്ന ഫോട്ടോയും ബാങ്ക് അക്കൗണ്ട് നമ്പറും ഫോൺ നമ്പറും നൽകി സാമ്പത്തിക സഹായത്തിന് അഭ്യർത്ഥിച്ചിരിക്കുന്നു. അത് കൊള്ളാം. അപ്പൊ ഇന്റർനാഷണൽ ലെവലിലാ കളി. അങ്ങനെ ആ ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ടു. നിങ്ങൾക്ക് ഈ കുട്ടികളെ പരിചയമുണ്ടോ? പരിചയം ഉണ്ടോന്നോ? ദൈവത്തിന്റെ മക്കളാ സാറേ ഇവര്. എന്റെ ജോസേട്ടന് HIV പോസിറ്റീവാ. അതോടൊപ്പം കിഡ്നി ട്രബിളും ഡയാലിസിസിലാ ഇപ്പോ.
മുംബൈയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു ആക്സിഡന്റ് ഉണ്ടായി. പലരിൽ നിന്നായി രക്തം സ്വീകരിക്കേണ്ടതായി വന്നു. എങ്ങനെയോ രോഗം കയറി പറ്റി. ഇവരെങ്ങനെ കണ്ടുമുട്ടി? ഇവളാ ഒരു മെഡിക്കൽ ക്യാമ്പിൽ വെച്ച് ഞങ്ങളെ കണ്ടെത്തിയത്. അവിടെ ഒരു വോളണ്ടിയർ ആയിരുന്നു ആൻ. സ്കൂൾ പാരന്റ് മീറ്റിംഗിൽ എന്നെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞാ ഇവൾ വന്നത്. വിവരങ്ങളൊക്കെ പറഞ്ഞപ്പോ എന്നെ കെട്ടിപ്പിടിച്ച് കുറെ കരഞ്ഞു. ആരും അറിയാതെ ഈ കുട്ടികൾ ഡയാലിസിസിനുള്ള പണം കണ്ടെത്തി. അയാളുടെ മകൾ പോലും ഇക്കാര്യം അറിയരുതെന്ന് നിർബന്ധമുണ്ടായിരുന്നു ഇവർക്ക്. അസുഖം ഏതാണെന്ന് മറ്റുള്ളവരറിഞ്ഞാൽ സമൂഹം ഇവരെ ഒറ്റപ്പെടുത്തും. അതുകൊണ്ടാ ഞങ്ങൾ ആരും അറിയാതെ. അങ്ങനെ ഞാനും ഇവരുടെ കൂടെ ചേർന്നു. കുട്ടികളുടെ നന്മ പലപ്പോഴും നമ്മൾ തിരിച്ചറിയുന്നില്ല. ഇവരുടെ ലീഡറായ ആനിന്റെ ഉള്ളിലും വലിയൊരു ദുഃഖം ഒളിഞ്ഞു കിടപ്പുണ്ട്. ഈ സ്കൂളിൽ പുതിയതായി വരുമ്പോൾ ആദ്യമായി കിട്ടിയ കൂട്ടുകാരാണിവർ. എന്തോ എന്റെ എല്ലാ കാര്യങ്ങളിലും ഇവർ കൂടെയുണ്ട്. ഇവർക്ക് പോലും അറിയാത്തതാ പപ്പ ഞാൻ. ഇവള് എല്ലാരും പറഞ്ഞു വിശ്വസിപ്പിച്ചിരിക്കുന്നത് മമ്മി ഗൾഫിലാണെന്നാ. അവള് നേരത്തെ പോയി. അസുഖം ഇത് തന്നെ. ബ്ലഡ് കയറ്റിയപ്പോഴോ ഇഞ്ചക്ഷൻ ചെയ്തപ്പോഴോ സംഭവിച്ചതാകാം. അറിയാൻ വൈകി. ആ സങ്കടം എന്റെ മോള് ഇങ്ങനെയെങ്കിലും തീർത്തോട്ടെ. ഏതായാലും ഞാനിവിടെ വന്നത് ഈ മീറ്റിംഗ് അറിഞ്ഞിട്ട് തന്നെയാണ്. ഈ കുട്ടികളെക്കുറിച്ചുള്ള യാഥാർത്ഥ്യം ബോധ്യപ്പെടുത്താൻ. ബുദ്ധിമുട്ടില്ലെങ്കിൽ ഇവർ ആരെയാണ് സഹായിക്കുന്നതെന്ന് അറിഞ്ഞാൽ കൊള്ളാം. ഇനിയൊന്നും മറച്ചു വെക്കുന്നില്ല. ഇവരുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ഏഞ്ചലിന്റെ പപ്പ ജോസിനാണ്. നിനക്ക് കണക്ക് പഠിക്കണ്ടേ? അയ്യോ വേണ്ട. ടീച്ചറെ ഒന്ന് പോ. അപ്പന് രോഗമുണ്ടെങ്കിൽ മക്കൾക്ക് എയ്ഡ്സ് ഉണ്ടാകണമെന്നില്ല. ഇതൊരു പകർച്ചവ്യാധിയല്ല. സമൂഹം ഇവരെ ഒറ്റപ്പെടുത്തരുത്. ഇതാ ഇവളുടെ ബ്ലഡ് റിസൾട്ട് HIV നെഗറ്റീവ്. ഞാനൊരു തെറ്റ് ചെയ്യാൻ പോകുന്നു. സ്കൂളിന്റെ ചുമരിൽ എഴുതുന്നു എന്നതാണ് ആ തെറ്റ്. ആർമിയുടെ മുൻപിൽ ഒരു A കൂടി ചേർക്കുന്നു. A ഫോർ ഏഞ്ചൽ. ഏഞ്ചൽ. A ഫോർ ഏഞ്ചൽ.